Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരിട്ട് കേസ് എടുക്കില്ലെന്ന് മുഖ്യമന്ത്രി. മൊഴി നൽകിയവർ നേരിട്ട് പരാതി നൽകിയാൽ സർക്കാർ ഇടപെടും. റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ലെന്നും വിവരങ്ങൾ പുറത്തുവിടാത്തത് ജസ്റ്റിസ് ഹേമയുടെ ആവശ്യപ്രകാരമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ ഗൗരവത്തോടെ പരിഗണിക്കും. സമഗ്ര സിനിമാ നയത്തിനുള്ള കരട് രൂപീകരിക്കാൻ സർക്കാർ സമിതിയെ നിയോഗിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാകും. എത്ര ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിലെത്തിക്കും. അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ല. ഇതിലാദ്യത്തെ പ്രശ്നം, ഇതിൽ ഒരു പൂഴ്ത്തലും ഉണ്ടായിട്ടില്ല. സിനിമാ മേഖല കുത്തഴിഞ്ഞതാണെന്നോ അതിലെ സാങ്കേതിക പ്രവർത്തകരും നടീനടന്മാരുമാകെ അസാൻമാർഗിക സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണോ ആണെന്നോ ഉള്ള അഭിപ്രായം സർക്കാരിനില്ല. സിനിമക്കുള്ളിലെ ചൂഷണം, അത് ലൈംഗികമായ ചൂഷണമാണെങ്കിലും സാമ്പത്തികമായതാണെങ്കിലും മാനസിക ചൂഷണമാണെങ്കിലും ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ചൂഷകർക്കൊപ്പമല്ല, മറിച്ച് ചൂഷണം ചെയ്യപ്പെടുന്നവരോടൊപ്പമാണ് സർക്കാർ ഉണ്ടാവുക. കോടതി കേസെടുക്കേണ്ടേ എന്നാണ് ചോദ്യം. ഞാൻ സ്മൃതിയിൽ നിന്ന് തുടങ്ങാം. സ്മൃതി, ദീർഘനേരമായിട്ട് ഈ ചർച്ച നയിക്കുമായിരുന്നു. പല ആളുകളുടെ അഭിഭാഷകരുണ്ടായിരുന്നു, സിനിമാ മേഖലയിൽ ഉണ്ടായവരുണ്ടായിരുന്നു. കേസെടുക്കണോ സർക്കാർ? കേസെടുക്കണം, കേസെടുത്തേ പറ്റൂ. സുമോട്ടോ കേസെടുക്കാൻ പറ്റും എന്നാണ് മുതിർന്ന അഭിഭാഷകരടക്കം നമ്മുടെ പല ചർച്ചകളിൽ പങ്കെടുത്ത ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത്. അഡ്വക്കേറ്റ് കാളിശ്വൻ രാജ് അടക്കമുള്ളവർ പറഞ്ഞ അങ്ങനെയാണ്. പരാതികൾ സർക്കാരിന് മുന്നിലുണ്ട്. ഹേമ കമ്മിറ്റി ഒരു ജിയോയുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കമ്മീഷനായിരുന്നെങ്കിൽ അതിൻ്റെ ഗൗരവം കുറച്ചുകൂടി മാറിയ തന്നെ. പക്ഷേ കമ്മീഷനല്ല, കമ്മിറ്റിയാണ്. പക്ഷേ കമ്മീഷനായിരുന്നെങ്കിൽ എന്താണത്, സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും അതിന്മേലൊരു ചർച്ചയുണ്ടാവുകയൊക്കെ, സഭയിൽ ചർച്ചയുണ്ടാവുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ അതല്ല, അതൊരു കമ്മിറ്റിയാക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ ആ സമയത്ത് തന്നെ അതിൽ വെള്ളം ചേർത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് രഹസ്യമായിട്ട് അതിൽ ചില കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നൊരു തീരുമാനം തുടക്കത്തിലേ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ സുമോട്ടോ സർക്കാരിന് കേസെടുക്കാം. പരാതികൾ സർക്കാരിന് മുന്നിൽ ഉണ്ടെന്ന് പറയുമ്പോൾ വെറും മൊഴികളല്ല, മൊഴികൾക്കപ്പുറം മെറ്റീരിയൽ എവിഡൻസ് പോലുമുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു. ഇത് ഏറ്റവും ഗുരുതരമായ വിഷയമെന്നുള്ളത് സ്ത്രീകളെ ആക്രമിക്കുന്നു, സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം എന്നത് മാത്രമല്ല, പോക്സോ കേസുകൾ അടക്കമുണ്ട്. ഈ പോക്സോ കേസുകൾ അടക്കമുള്ള ഘട്ടത്തിൽ സർക്കാർ ഇതിൽ പരാതിയുമായി നിങ്ങൾ വന്നാൽ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെന്നൊക്കെ ഹേമ കമ്മിറ്റി വളരെ വിശദമായി തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മിണ്ടാൻ തയ്യാറാവാതെ, മൊഴി പറയാൻ തയ്യാറാകാതെ ഭയപ്പെട്ടിരുന്നവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഈ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതും ഇൻ ക്യാമറയാക്കി വളരെ രഹസ്യമായിട്ട് തന്നെ ആരും ഇവർ മൊഴി തരാൻ വരുമ്പോൾ മറ്റാരും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റാരും അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി അങ്ങനെയൊക്കെയാണ് ഈ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇരകൾക്ക് കൃത്യമായി നീതി ഉറപ്പാക്കുക, അവരുടെ പേരുവിവരങ്ങൾ ഒരു തരത്തിലും പുറത്തു പോകരുത് എന്ന കൃത്യമായ നിലപാടോടുകൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഈ വേട്ടക്കാരെ കൂടി സംരക്ഷിക്കുന്ന രൂപത്തിലേക്കാണ് സർക്കാർ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒന്നും പുറത്തു വരരുത്, ആരുടെ കാര്യവും പുറത്തു വരരുത്, അങ്ങനെയല്ല ഹേമ കമ്മിറ്റി ഉദ്ദേശിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നമുക്ക് പുറത്തു വരാത്ത പേജുകളിൽ അതിലൊരു കേസെടുക്കാനുള്ള ആവശ്യം ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അറിയില്ല, നമുക്ക് അതിൽ തെളിവുകളില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗൗരവത്തിലുള്ള വിഷയമാണ്. ആ പേജുകളിലെ ചില കാര്യങ്ങൾ പോലും, പേര് വിവരങ്ങൾക്കപ്പുറമുള്ള ചില കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ കോടതിയിലേക്ക് ആവശ്യപ്പെടാം. കാരണം ഇത്രയും ഗുരുതരമായ തെളിവുകൾ പക്കൽ വെച്ചുകൊണ്ട് സർക്കാർ അതിൽ അടയിരിക്കുകയാണെങ്കിൽ അത് സർക്കാർ ചെയ്യുന്ന ക്രിമിനൽ കുറ്റമാണ്. അതായത് ഇത്രയും മെറ്റീരിയൽ എവിഡൻസ് സർക്കാരിൻ്റെ പക്കലുണ്ട് എങ്കിൽ അതിന്മേൽ നടപടിയെടുക്കേണ്ട സർക്കാരാണ്. സർക്കാർ ചെയ്തില്ലെങ്കിൽ സർക്കാരിനെതിരെ കേസ് പോകാവുന്നതാണ്, കോടതിയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പരാതി കൊടുക്കൂ, ഞങ്ങളിതാ കൂടെയുണ്ട് എന്ന വാചകം ഈ ഇരകൾ ആരും വിശ്വസിക്കുമെന്ന് തോന്നില്ല. അവരുടെ അനുഭവങ്ങൾ അതാണ്, ഈ കാലം അത്രയും അവർ അനുഭവിച്ചത് അതാണ്. അപ്പോൾ അങ്ങനെ ആരും വരാതിരിക്കുക എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് വേണം കരുതാൻ. ഇപ്പോൾ വളരെ എളുപ്പമാണ്
ഈ കാര്യങ്ങളൊക്കെ പറയാൻ അവർക്ക് വേണ്ട പ്രാഥമികമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കുക, ബാത്റൂം സൗകര്യം ഒരുക്കുക, അവർക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഒരു സമിതി ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ പറയാൻ വളരെ എളുപ്പമാണെന്നേ. ആ നിർദ്ദേശങ്ങളൊക്കെ വളരെ വിപ്ലവകരമായി മുന്നോട്ട് വയ്ക്കാനൊക്കെ എളുപ്പമാണ്. അതിലപ്പുറമാണ് ഈ സെക്ഷൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ള പരാതികൾ. അതാണ് ഏറ്റവും ഇതിൽ പ്രധാനം. അതിൽ ഇക്കിളിപ്പെടുത്തുന്ന വിവരങ്ങളല്ല നമുക്ക് വേണ്ടത്. അതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ. പോക്സോ കേസ് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്മേൽ അടയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരു ന്യായീകരണവുമില്ല, അത് ഏത് സർക്കാരായാലും. അപ്പോൾ അതിന്മേൽ ഇനി നിങ്ങൾ പരാതിയുമായി വരണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അപ്പോൾ സർക്കാരിന് ഇനിയും സമയമുണ്ട്. ഇതുവരെ നടത്തിയ പ്രതികരണങ്ങൾ താല്പര്യമില്ലാതെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഞങ്ങളിതാ റിപ്പോർട്ട് പുറത്തുവിടുന്നു എന്ന മട്ടിലാണ്. ഇതിലിപ്പോൾ ആത്യന്തികമായി ഇതിൻ്റെ തീരുമാനങ്ങൾ മുഴുവൻ ഹേമ കമ്മിറ്റിയുടെ മേലാണ് വെച്ചിരിക്കുന്നത് സർക്കാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങേണ്ട കാര്യമല്ല സർക്കാരിൻ്റെ മുന്നിൽ പ്രധാനപ്പെട്ട ഗുരുതരമായ തെളിവുകൾ സർക്കാർ എന്ന നിലയ്ക്ക് സർക്കാരാണ് നടപടി എടുക്കേണ്ടത്. അതിന് ഹേമ കമ്മിറ്റി പറഞ്ഞതിനപ്പുറം പോകില്ല എന്ന് പറയുമ്പോൾ അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ വന്നു, അതിനുശേഷം ഹൈക്കോടതി വന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്നല്ലേ വിവരാവകാശ കമ്മീഷൻ ആവർത്തിച്ച് റിപ്പോർട്ട് കൊടുത്തു തന്നെ. അപ്പോൾ ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതാ ഒന്നും പറയുന്നില്ല എന്ന് പറയും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ WCC എന്ന സംഘടനയുടെ പേര് ഏതെങ്കിലും ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ഡോക്ടർ അരുൺ കേട്ടിരുന്നു? ഞാൻ കേട്ടില്ല. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതൽ സർക്കാരിൻ്റെ ഇച്ഛാശക്തി ആർജവും അതിനുശേഷം ഇങ്ങനെ ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നു. കമ്മിറ്റിയെ വെറുതെ ഏൽപ്പിച്ചതാണോ? അതിനു മുന്നിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. WCC എന്ന സംഘടന വന്നത്, അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നത്, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ WCC ഇപ്പോൾ എന്താ സർക്കാരിനെ ഇത് ചെയ്യാൻ നിർബന്ധിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇന്നിപ്പോൾ അവർ യോഗം ചേർന്നിട്ട് ആ തീരുമാനത്തിലേക്ക് വരും. അവർ കേസെടുക്കണമെന്നുള്ള ആവശ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിന്മേൽ അവർ നിർബന്ധം ചെലുത്തും. അപ്പോൾ അവരൊരു ശല്യക്കാരാണ്, WCC ശല്യക്കാരാണെന്ന രൂപത്തിലേക്ക് സർക്കാർ പോവുകയാണെന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ നിങ്ങൾ പരാതി നൽകൂ, ഞങ്ങൾ കേസെടുക്കാം എന്ന രൂപത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ഇരകൾക്കൊപ്പമാണ് എന്ന വാക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഈ വിഷയത്തെ ഞാൻ അത്ര ലഘുവായി ഏതെങ്കിലും തരത്തിൽ കേസെടുക്കരുത് എന്ന ലളിത യുക്തി കൊണ്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കണ്ടെത്തിയിരിക്കുന്ന നിഗമനങ്ങളുടെ പേരിൽ നമുക്ക് കേസെടുക്കണമോ, അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മൊഴികളുടെയും തെളിവുകളുടെയും പേരിൽ കേസെടുക്കണമോ എന്നുള്ളതാണ്. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 173 സെക്ഷൻ പ്രകാരം ഇന്ത്യയിൽ ഇത്തരത്തിലൊരു കോഗ്നിസിബിൾ ഒഫൻസ് നടത്തിയാൽ ഏതൊരു ഇൻഫോർമെൻറ്റിനും അഥവാ വിവരം കയ്യിലുള്ളയാൾക്കും ആ കുറ്റകൃത്യത്തെക്കുറിച്ച് രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കാം. അതാണ് 0 FIR. അങ്ങനെ 0 FIR ഇട്ട് കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏത് ജൂറിസ്ഡിക്ഷനുള്ള സ്ഥലത്തേക്കാണോ കേസ് നടന്നത് അവിടേക്ക് ആ കേസ് കൈമാറുകയോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്യാം. അപ്പോൾ ഒരു ഇൻഫോർമെൻ്റ് ആവണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നിങ്ങൾ നേരിട്ടൊരു ഇരയല്ലെങ്കിൽ ഏതൊരു ഇൻഫോർമെൻറ്റിനും ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യത്തെക്കുറിച്ചൊരു കോഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ച് ഏത് പോലീസ് സ്റ്റേഷനിലും നിങ്ങൾക്ക് ഒരു കേസ് കൊടുക്കാം. ഇവിടെ ആരാണ് ഇൻഫോർമെൻറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ചർച്ച ഒരുപക്ഷെ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകാൻ വന്നിരിക്കുന്ന ആളുകളുടെ അവർക്കുള്ള ഈ കമ്മിറ്റിയിലും ഈ ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിരിക്കുന്ന ഉദ്ദേശത്തിലുമുള്ള അവരുടെ ഒരു ഉദ്ദേശശുദ്ധിയെ തന്നെ ചിലപ്പോൾ ചോദ്യം ചെയ്യാനും അവരുടെ നിലപാടിനെ ഒരുപക്ഷെ അവർക്ക് പിന്നോക്കം പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അതായത് അവരോടൊരു അനീതി കാട്ടുന്നുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. എങ്ങനെയെന്നാൽ ഈ കമ്മിറ്റി എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്? കമ്മിറ്റിയുടെ ആമുഖത്തിൽ പറയുന്നൊരു വാചകം വളരെ കൃത്യമാണ്. ഇത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ചലച്ചിത്ര മേഖലയിൽ സ്ത്രീ ചലച്ചിത്ര പ്രവർത്തകർ നേരിടുന്ന അനീതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദിസ് കമ്മിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ടു സ്റ്റഡി ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ഫിലിം ഇൻഡസ്ട്രി, ദിയർ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആൻഡ് ആൾസോ ടു സജസ്റ്റ് സൊല്യൂഷൻസ് ടു ദെയർ പ്രോബ്ലംസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനെക്കുറിച്ചും ആ അന്തരീക്ഷം എന്താണെന്ന് അറിയുന്നതിനെക്കുറിച്ചും അതിനുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമുള്ള ഒരു കമ്മിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റിക്ക് എന്ത് സ്വഭാവമില്ല, ഒരു ജുഡീഷ്യൽ സ്വഭാവമില്ല. അതുകൊണ്ടാണ് നേരത്തെ സ്മൃതി പറഞ്ഞത് ഇതിനകത്ത് എന്താണ് എൻക്വയറി ഓഫ് കമ്മീഷണേഴ്സ് ആക്ടിൻ്റെ പരിധിയിൽ ഈ കമ്മീഷനെ വരയ്ക്കാത്തതിൻ്റെ കാരണം അങ്ങനൊരു കമ്മീഷൻ ആരും മൊഴി നൽകാൻ പോവില്ല. എന്തുകൊണ്ടാണ് മൊഴി നൽകാൻ പോവാത്തത്? ആ മൊഴികളടക്കം സഭയുടെ മേശപ്പുറത്ത് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ മൊഴികൾ സഭയുടെ മേശപ്പുറത്തൊരു പബ്ലിക് ഡൊമൈനിൽ ആക്സസ് ചെയ്താലുള്ള കുഴപ്പം? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. എന്താണ്? ഇതിൽ നേരിടുന്ന സൈബർ അറ്റാക്കുകളെ ഇവർ ഇതേപോലെ ഭയപ്പെടുന്നുവെന്നും ആ സൈബർ അറ്റാക്കുകൾക്ക് കൊത്തിപ്പറിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കരുത് എന്നുള്ളതും ഈ ഹേമ കമ്മിറ്റി നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്.
നമ്മൾ കണ്ടതാണ്, ഒരു ഇരയുടെ ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടിരുന്ന പെൻഡ്രൈവ് പോലും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കോടതിയിൽ സുരക്ഷിതമല്ല എന്നത് നമ്മളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ആ മൊഴി നൽകാൻ വന്നിരിക്കുന്ന ആളുകൾ എത്ര തവണ ഈ കമ്മിറ്റി പരസ്യപ്പെടുത്തിയെന്നറിയാമോ? ഡാൻസേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ വന്നൊന്ന് മൊഴി നൽകണം. ഡാൻസർമാർ മൊഴി നൽകാൻ എത്തിയില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകളോട് പറഞ്ഞു, നിങ്ങൾ മൊഴി നൽകാൻ എത്തണം. ജൂനിയർ ആർട്ടിസ്റ്റുകൾ മൊഴി നൽകാൻ എത്തിയില്ല. അവർ ഭയന്നിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കമ്മിറ്റിക്കൊക്കെ പോയി ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തു വരുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഭീതിതമായൊരു അന്തരീക്ഷമുണ്ട്. ആ സിസ്റ്റത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഭയുടെ മേശപ്പുറത്തേക്ക് വെച്ചൊരു സംശയം ചോദിക്കട്ടെ. സഭയുടെ മേശപ്പുറത്തേക്ക് വെച്ചാൽ ഇരയുടെ പേര് ഏത് വിധേനയാണെങ്കിലും പുതിയ നിയമം അനുസരിച്ച് ഇരയുടെ പേരോ വിവരങ്ങളോ പുറത്തുവിടാൻ പാടില്ല. FIR പോലും പാടില്ല. നിയമസഭയിൽ അത് ബാധകമല്ല. നിയമസഭയിൽ എന്താണ്? നിയമസഭയിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് അവിടെ. പക്ഷേ ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ റിപ്പോർട്ട് മുഴുവൻ ആക്സസ് ചെയ്യാം ലെജിസ്ലേറ്റേഴ്സിന്. അതാണ് എൻക്വയറി ഓഫ് കമ്മീഷൻ്റെ പ്രശ്നം. അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഇരയുടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രാഷ്ട്രീയ കാരണങ്ങളാലോ മറ്റേതു കാരണങ്ങളാലോ അത് പുറത്തുവിടാം. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. അതാണ് അത്രയും സുരക്ഷിതത്വം ഇതിലുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇതൊരു കമ്മിറ്റിയായി വരുന്നത്. അവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഞാനിത് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സർക്കാർ എടുത്തിരിക്കുന്നൊരു നിലപാട് പൂർണ്ണമായും ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ സർക്കാർ എടുക്കേണ്ട നിലപാട് എന്താണ്? ഇതിലൊരു FIR ഇടാൻ സർക്കാരിന് ഈ ഘട്ടത്തിൽ കഴിയില്ല എന്നാണ് ഞാൻ സംസാരിച്ചതിൽ നിന്ന് ചില നിയമവിദഗ്ധർ പറയുന്നത്. അതിലൊരു സാങ്കേതികത്വമായി അവർ പറയുന്നത് ഇതാണ്: ഇതിലൊരു ഇൻഫോർമെൻ്റ് എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റിയാണ്. ആ ഹേമ കമ്മിറ്റി തന്നെ പറയുന്നു തങ്ങളുടെ ഉദ്ദേശം ഏതെങ്കിലും തരത്തിൽ പരാതി സ്വീകരിക്കലല്ല. ഈ കൊടുത്തിരിക്കുന്ന മൊഴികളൊന്നും തന്നെ ഒരു പരാതിയല്ല, ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലേക്കുള്ള പരാതിയല്ല. അപ്പോൾ ഒരു സ്വാഭാവിക ചോദ്യം വരും, സ്റ്റേറ്റ് തന്നെയല്ലേ ഇതിലൊരു പരാതിക്കാരനാകേണ്ടത്? കാര്യം എല്ലാ കുറ്റകൃത്യങ്ങളും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് സ്റ്റേറ്റിനെതിരെയാണ്. ശരിയാണ്, സ്റ്റേറ്റിനെതിരെയാണ്. സ്റ്റേറ്റ് തന്നെയാണ് ആ കുറ്റകൃത്യം അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് സ്റ്റേറ്റ് ഇവിടെ ചെയ്യേണ്ടത് എന്താ? ഒരു FIR ഇട്ട് വരികയല്ല വേണ്ടത്. കാര്യം അവിടെ വരേണ്ടത് ഒരു പ്രാഥമിക അന്വേഷണമാണ്. ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനുള്ള സാധ്യത ഈ കേസിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതല്ലെങ്കിൽ ഈ കേസിൽ നമ്മളുടെ സർക്കാരിന് ചെയ്യാൻ കഴിയാവുന്നത് കോടതിയെ സമീപിക്കാം. ഇങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ ഇരകളുടെ രഹസ്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് പാർട്ട് 2 അനുബന്ധം. അത് പുറത്തുവിടാൻ കഴിയുമോ ഇല്ലയോ എന്ന ചോദ്യം, അത് ഈ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ കഴിയുമോ? ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാരിന് വേണമെങ്കിൽ തുടർ നടപടികൾ ആലോചിക്കാം. ഈ 2 സാധ്യതകളാണ് മുൻപിലുള്ളത്. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ സർക്കാർ നേരിട്ട് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ സർക്കാർ നേരിട്ട് ഈ കേസെടുത്താലുള്ളൊരു കുഴപ്പം, ഇത് സ്വാഭാവികമായും ഈ തെളിവുകൾ അവിടെ അവർ ഹാജരാക്കേണ്ടി വരും. ഈ കേസ് മൊഴികളിൽ പറഞ്ഞിരിക്കുന്നവർ തന്നെ ഒരു കൺസെൻറ്റ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. തങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇതൊരു സ്റ്റഡി പർപ്പസിനല്ലാതെ മറ്റൊരാവശ്യത്തിനുമായിട്ടല്ല മൊഴി നൽകുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു പഠനാവശ്യത്തിന് വേണ്ടി മൊഴി നൽകുന്ന ഒരു സാഹചര്യത്തിൽ ആ മൊഴിയെ നിങ്ങൾക്കൊരു ലീഗൽ പ്രൊസീജിയറിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കൺസെൻറ്റ് ഇപ്പോൾ കിട്ടിയിട്ടില്ല. ദാറ്റ്സ് എ ഫാക്ട്. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടുകൂടി കമ്മിറ്റിയുടെ മുൻപിൽ വന്നിരിക്കുന്ന 52 പേരുടെ വിശ്വാസ്യത, ആ വിശ്വാസ്യത സർക്കാർ സംരക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് സംരക്ഷിക്കണോ വേണ്ടയോ? അതായത് ആ ഇരകൾ എന്ന് പറയുന്നവർ ആ കമ്മിറ്റിയിൽ, ആ സംവിധാനത്തിൽ വിശ്വസിച്ച് വന്നിരിക്കുന്നു. ഇനി നാളെ നിങ്ങൾ അതല്ല, ഇതെടുത്ത് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുന്നുവെന്ന് കരുതുക. നാളെ നമ്മൾ ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവരിൽ പലരും ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുക്കാൻ തയ്യാറാകുമെന്ന്? അങ്ങനെ മൊഴി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തയ്യാറാണ്, ഇപ്പോൾ കൊടുക്കണം. 4.5 വർഷമായി കൊടുക്കണം. ഇനി ഇപ്പോഴും കൊടുക്കാം, ഈ നിമിഷവും കൊടുക്കാം. അതിന് പോലീസ് സഹായം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഇരകളുടെ മൊഴി ഇല്ലാതെ നിങ്ങൾക്ക് കേസ് തുടർന്നുകൊണ്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് പോലീസിന് കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. പോലീസിൽ പരാതി കൊടുത്ത ശേഷം ഒത്തുതീർപ്പിന് ശ്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും ഉണ്ടായിട്ടുണ്ട്. ഇനി നോക്കൂ, ഇനി അങ്ങനൊരു കേസ് കൊടുത്താൽ തന്നെ ആ ഇരയാക്കപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ തേടും. ആ ഘട്ടത്തിൽ ആ ഇരയാക്കപ്പെട്ടിരിക്കുന്ന ആൾ മൊഴി കൊടുക്കാൻ തയ്യാറാവണം. ഇനി അവർ മൊഴി കൊടുക്കുന്നില്ല എന്ന് കരുതുക, ഇതെന്നേക്കുമായി നിലയ്ക്കുമെന്ന് മാത്രമല്ല, ഇതെല്ലാം അസംബന്ധമാണ് എന്ന മറ്റൊരു വ്യാഖ്യാനം വരും. ആ മറ്റൊരു വ്യാഖ്യാനം ആരെ പിന്തുണയ്ക്കും? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അങ്ങനെ സങ്കീർണമായൊരു നിയമപ്രക്രിയ ഈ ഘട്ടത്തിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സ്റ്റേറ്റിന് ഡയറക്റ്റായിട്ട് പോയി കേസ് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ കൊടുക്കാൻ കഴിയും. എങ്ങനെയെന്ന് വെച്ചാൽ അതെനിക്കിപ്പോഴും വ്യക്തമല്ല. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പോക്സോ കേസ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അത് സ്യൂമോട്ടോ തന്നെ സ്റ്റേറ്റ് കേസെടുക്കേണ്ടതാണ്. അത് പോക്സോ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ തെളിവുകൾ പരിശോധിക്കുമ്പോൾ, എവിഡൻസുകൾ പരിശോധിക്കുമ്പോൾ മാത്രമേ അറിയൂ. പക്ഷേ ഗേൾസ് 18 വയസ്സിന് താഴെയുള്ളവരാണ് എന്നൊരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അതൊരു വ്യാഖ്യാനം മാത്രമാണ്. പക്ഷേ അത് 18 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും സ്റ്റേറ്റിന് അതിൻ്റെ പുറത്ത് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ കഴിയില്ല. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അവിടെ കിടപ്പുണ്ട്. കാരണം കമ്മിറ്റിയിൽ മൊഴി കൊടുക്കാൻ വന്നിരിക്കുന്ന ആളുകൾ, അവരുടെ വിശ്വാസത ഇങ്ങനൊരു കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ടല്ല, ഈ സിനിമാ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ ഈ മൊഴികൾ സഹായിക്കുമെങ്കിൽ അതിൽ കഴിയട്ടെ എന്ന ഒരു വിശ്വാസവുമായി എത്തിയിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. നാളെ ഇതേപോലെ മറ്റൊരു കമ്മിറ്റി സർക്കാർ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കരുതുക.
ഇതേപോലെ മൊഴി നൽകാൻ ആൾ വരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, അതൊരു പ്രസിഡൻ്റ് ആയിത്തീരും. അതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പരമാവധി സ്റ്റേറ്റിന് ഈ വിഷയത്തിൽ സാധിക്കുക ഒരു പ്രിലിമിനറി എൻക്വയറി നടത്താം, അതല്ലെങ്കിൽ കോർട്ടിനെ സമീപിക്കാം. കോർട്ടിനെ സമീപിച്ചുകൊണ്ട് ഈ കേസിൽ ഇങ്ങനെയൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരം ഗുരുതരമായ കാര്യങ്ങളുണ്ട്, സെക്ഷൽ അബ്യൂസസ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഈ ഇരകൾ ആരും തന്നെ നേരിട്ട് പരാതി നൽകിയിട്ടില്ല. ഇത് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. സ്റ്റേറ്റ് എന്താണ് ചെയ്യേണ്ടത്? കോടതിക്കൊരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ കൊടുക്കാമല്ലോ. സ്വാഭാവികമായും കോടതി കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് സർക്കാരിന് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പരമാവധി സർക്കാരിന് ചെയ്യാൻ കഴിയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേസ് എടുക്കണ്ടേ എന്ന ചോദ്യത്തിന് FIR ഇട്ട് കേസ് എടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ പ്രിലിമിനറി ഒരു ഇൻവെസ്റ്റിഗേഷനോ കോടതി വഴി ഈ കേസിനെ സമീപിക്കുകയോ ചെയ്യാം. അതേസമയം തന്നെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് അത്യന്തം ഖേദകരവും നിർഭാഗ്യകരവുമാണ്. ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വ്യക്തിപരമായിട്ടല്ല അത് പഠിക്കേണ്ടത്. ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം അതിനകത്ത് ഇൻഫോംഡ് ആയിരിക്കണം. എന്താണ് തൻ്റെ വകുപ്പിൽ നടക്കുന്നത് എന്ന് അറിയാനുള്ള മിനിമം ബാധ്യതയെങ്കിലും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കുണ്ട്. 4.5 വർഷമായിട്ട് ആ റിപ്പോർട്ട് തൻ്റെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുണ്ട്. അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കാതിരിക്കാൻ അദ്ദേഹം കാണിച്ച ജാഗ്രത അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. കമ്മിറ്റിയുടെ നിഗമനങ്ങളിൽ മേൽ കേസെടുക്കേണ്ടേ എന്നാണ് ചോദ്യം. അൻറ്റോ, അരുൺ, 296 പേജുള്ള റിപ്പോർട്ടാണല്ലോ മൊത്തം ഉള്ളത്. അതിൽ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് ഈ പുറത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു അനുബന്ധമുണ്ടല്ലോ, 400 പേജുള്ള ഒരു അനുബന്ധമുണ്ട്. അതിലെന്തൊക്കെയാണുള്ളത്? അതിൻ്റെ അകത്ത് വാട്സപ്പ് ചാറ്റുകൾ, വാട്സപ്പിൽ പിന്നെ വീഡിയോ ഉണ്ടെന്ന് പറയുന്നു, അതുപോലെ തന്നെ അവരുമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള വലിയ അതിൽ ഈ ഇരകൾ കൊടുത്ത മൊഴികളുണ്ടെന്ന് പറയുന്നു, സൈൻ ചെയ്ത കോപ്പികളുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കൂടിയാണ് ഈ 400 പേജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വലുതാണ് അതെന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗം നമുക്ക് വിട്ടു വന്നിരിക്കുകയാണ്. എന്തിനാണ് ഈ WCC മുഖ്യമന്ത്രിയുടെ അടുത്തൊരു പരാതി കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു സംവിധാനം, ഇത് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഒരു പരാതി. അപ്പോൾ അതിന് കമ്മീഷന് പകരം കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തു. കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്ത് ആ റിപ്പോർട്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നിലപാടെന്ന് പറയുന്നത് എന്താണ്? ഇതിപ്പോൾ ഒരു കമ്മിറ്റി പഠിച്ചൊരു കഥ എഴുതി വെക്കുന്ന പോലെ, ഒരു തിരക്കഥ എഴുതി കൊടുക്കുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് അടയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പ്രധാന ഭാഗങ്ങളെല്ലാം മൂടി വെച്ചിരിക്കുകയാണ്. അത് പുറത്തേക്ക് വരില്ല. അത് എന്താ പുറത്തേക്ക് വരാത്തതിന് കാരണം? അതിനെന്താ പിന്നെ ഇരകളുടെ പ്രശ്നങ്ങളാണോ? പീഡിപ്പിക്കാൻ പോയവന്മാരുടെ കാര്യമാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ആ കാര്യങ്ങൾ പുറത്ത് വരേണ്ടത് ആവശ്യമാണോ? ജനങ്ങളെ സംബന്ധിച്ചുള്ള ആവശ്യമാണോ അല്ലയോ? രണ്ടാമത്തെ കാര്യം, ഇത് എന്തുകൊണ്ട് ഹൈക്കോടതിന് മുമ്പിൽ ഈ റിപ്പോർട്ട് വന്നപ്പോൾ പുറത്ത് വിടണം എന്ന് പറഞ്ഞത്? ജനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പറയുന്ന സംവിധാനം, ഈ പറയുന്ന ഒരു വിഭാഗത്തിൽ, ഈ പറയുന്ന സിനിമ സംഘടനകളിലോ സംവിധാനങ്ങളിലോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പം നമ്മൾ റിപ്പോർട്ട് കിട്ടി, റിപ്പോർട്ടിനെ കിട്ടി, പരാതി ഇനി എന്ത് പരാതിയാണ് വേണ്ടത്? ഇനിയിപ്പോൾ പിന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് ഞങ്ങൾ പരാതി കൊടുക്കണോ? ഞാനിങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കണോ? അപ്പോൾ ഇതിലെന്താണ് സർക്കാർ നിലപാടെടുക്കേണ്ടത്? കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ കേരളത്തിൽ നിൽക്കുമ്പോൾ ജനങ്ങൾക്കെതിരെ ഈ പറയുന്ന സാധാരണക്കാരായ പെൺകുട്ടികൾ ഈ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പിന്നെ 50,000-നോ 1,00,000-നോ പിന്നെ എന്താ പറയുക തുച്ഛമായ ശമ്പളം കിട്ടി അഭിനയിക്കാൻ വരുന്ന പെൺപിള്ളാരെയോ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റിനെയോ സീനിയർ ആർട്ടിസ്റ്റോ ആരോ ആകട്ടെ, ഇവരെ ചൂഷണത്തിന് വിധേയമാക്കി അവരൊക്കെ ലൈംഗിക ചേഷ്ടയ്ക്ക് ഉപയോഗിച്ച് അതിൻ്റെ അകത്തുനിന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ വാതിൽ മുട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒരു സിനിമ സംവിധാനം മാറി എന്നുള്ളത് ഒരു കമ്മിറ്റി റിപ്പോർട്ടായി സർക്കാരിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? അതിനെതിരെ ആരെങ്കിലും പരാതി തരട്ടെ എന്ന് പറയുന്നതിലാണോ യോജിപ്പ്? അത് പരാതി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഇത്രയും നാൾ പരാതി വരാത്തത്. ഞാൻ പറയുന്നത് ഇപ്പോൾ 15 അംഗ പിന്നെ ഒരു ടീമാണ് ഇതിനെ നയിക്കുന്നത് എന്ന് ഹേമ കമ്മിറ്റി എന്ന് വെച്ചിട്ട് അതൊരു അധോലോക സംഘം പോലെ പ്രവർത്തിക്കുകയാണ്. ആ സംഘത്തിൻ്റെ ഭാഗമായിരിക്കുന്നവർക്ക് പവർഫുള്ളായ ആൾക്കാരാണ്. ആ പവർഫുള്ളായ ആൾക്കാർക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണല്ലോ ഒരു കമ്മിറ്റീൻ്റെ മുമ്പിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതി കൊടുക്കാനാണെങ്കിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്താൽ പോരായിരുന്നോ? എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല? അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ പോരാ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അവരെന്താണ് അവർക്കൊരു വിശ്വാസം വന്നു, ഇത് പുറത്ത് വരില്ല. അതുകൊണ്ട് ഈ സംവിധാനം ഞങ്ങൾ വിശ്വാസത്തോടു കൂടിയിട്ട് സർക്കാരിനെ ഏൽപ്പിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ മേലെ നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരെല്ലാം ഈ പറയുന്ന 400 പേജുള്ള കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറയുന്ന അനുബന്ധം കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റിക്ക് ഈ അനുബന്ധം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു റിപ്പോർട്ടാക്കിയിട്ട് ഇന്ന മാറ്റങ്ങൾ ഈ പറയുന്ന സിനിമാ ലോകത്ത് വരുത്താൻ മതി എന്ന് പറഞ്ഞ് മാറ്റം കൊടുത്താൽ മാത്രം പറ്റില്ല. അങ്ങനെ പുള്ളിക്കാരി അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അതെന്താണ് എഴുതിയിരിക്കുന്നത്? ഈ പറയുന്ന സിംഗിൾ ബെഞ്ച് ജില്ലാ ജഡ്ജി അധികാരമുള്ള ഒരു പിന്നെ ട്രൈബ്യൂണൽ രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു 50-60 പേജുള്ള ഒരു റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന മാറ്റങ്ങൾ സിനിമാ ലോകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാസ്റ്റിംഗ് കൗച്ചും ഈ പറഞ്ഞ താരനടന്മാരുടെ കാര്യങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്താൽ പോരെ?
അതല്ലല്ലോ ചെയ്തിട്ടുള്ളത്. എന്താണ് സിനിമാ ലോകം നടക്കുന്നത് എല്ലാവരുടെ പോയി ചോദിച്ചിട്ടില്ലേ? എല്ലായിടത്തും ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കോ അരുൺ. എന്താ പറയുന്നറിയോ, സിനിമാ സംഘടനകൾ വരും, ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല, ഞങ്ങളോടൊന്നും ചോദിക്കാതെയാണ് ഈ റിപ്പോർട്ട് കൊടുത്തതെന്ന് പറയും. നോക്കിക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഇവർ കോടതി കൂടെ പോകും ചിലപ്പോൾ. ഇത് സിംഗാർഡ് ഞങ്ങളോട് ചോദിക്കാതെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെ അനുഭവിക്കുന്ന സാധാരണ സ്ത്രീ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി WCC എന്ന് പറയുന്ന പ്രസ്ഥാനം ഇറങ്ങി തിരിച്ചിട്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആളെ നിർത്തി ആൾക്കാരെ വെച്ച് ആൾക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് കേരളത്തിൻ്റെ സർക്കാർ ഒരു കമ്മിറ്റി റിപ്പോർട്ടാക്കി സർക്കാരിൻ്റെ കയ്യിൽ വന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമല്ല, അതിനു വേണ്ടിയിട്ടാണ് അനുബന്ധം കൂടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് മേലെ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞ റിപ്പോർട്ടും കൊണ്ട് ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യണമായിരുന്നു? ഈ പറഞ്ഞ പോലെ ഞങ്ങളിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഇത് നിങ്ങൾക്ക് എനിക്ക് സജഷൻസ് മാത്രം തന്നാൽ മതി, ഈ പറഞ്ഞ അന്വേഷണങ്ങളൊന്നും നടത്തണ്ട എന്നും കൂടെ എഴുതി വെച്ചിരുന്നെങ്കിൽ ശരിയായിരുന്നു. അങ്ങനെ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞു നമുക്ക് എങ്ങനെയാണ് അരുൺ കേസ് എടുക്കണോ എടുക്കണ്ട എന്ന് ഇല്ല നമുക്കറിയാൻ പറ്റും. എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റില്ല. അതിൻ്റെ അകത്തില്ല. നമ്മുടെ കയ്യിൽ ഇവർ എല്ലാം വെട്ടി തിരുത്തി വിടാവുന്നതിനെ മുഴുവൻ വെട്ടിയിട്ടുണ്ടാവുമല്ലോ. 296-ൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറി മനസ്സിലാകുന്നത് മുഴുവൻ വെട്ടിയിട്ടുണ്ടാവും. ബാക്കിയാണല്ലോ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതിൽ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കി 296 പേജിൽ എത്രയുണ്ടാവും? അതിൻ്റെ അനുബന്ധത്തിൽ എത്രയുണ്ടാവും? അപ്പോൾ ഈ സംവിധാനങ്ങളെ ഞാൻ ചോദിക്കട്ടെ, കോടതിയിൽ നിന്ന് വരെ ദൃശ്യങ്ങൾ ചോരുന്ന കാലം നിങ്ങൾ വിചാരിക്കുന്നത് സാംസ്കാരിക വകുപ്പ് ചോരില്ല എന്നാണ്? നമ്മൾ കോടതിയിൽ വിശ്വാസമില്ല. നമ്മളിപ്പോൾ ഈ ദടി ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ ചോർന്നു എന്ന് പറഞ്ഞിട്ട് കോടതി പോയ സമയത്ത് ഈ സാംസ്കാരിക വകുപ്പിൻ്റെ മുമ്പിൽ ചോരില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത്? എത്രയോ ബോംബാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഏത് ലെവലിലുള്ള കാര്യങ്ങളാണ് ഇരിക്കുന്നത്. സർക്കാർ എന്താ ചെയ്യേണ്ടതെന്നറിയോ? സർക്കാർ ഇതിനു വേണ്ടി വേറെ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഇപ്പം അപ്പോയിൻറ്റ് ചെയ്യണ്ടായിരുന്നോ? ഇതിനെ എങ്ങനെ തുടർ നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റീനെയോ അപ്പോയിൻറ്റ് ചെയ്ത് ആ കമ്മീഷൻ്റെ മേലെ ചർച്ച നടത്തണ്ടായിരുന്നോ? ആ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തതിൻ്റെ മേലെ ആൾ വരുമോ എന്ന് അറിയണ്ടേ? നമ്മളിതൊക്കെ ഇങ്ങനെ ഇത് ഇത്രയും ആളുകൾ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ പോയി ചോരും എന്ന് വിശ്വാസമില്ലാതെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതൊരിക്കലും ചോരില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്ത് വിശ്വസിക്കുന്നുണ്ടോ? ചോർന്നാലും വലിയ പ്രശ്നമില്ല എന്നുള്ളവർ തന്നെയായിരിക്കും ഇതിനകത്ത് കൊടുത്തുണ്ടാവുക. അല്ലെങ്കിൽ അവർ എഴുതി കൊടുത്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഞാൻ ഇപ്പോൾ ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമേൻ്റെ മുമ്പിൽ ഈ റിപ്പോർട്ട് കിട്ടുകയാണ്. ഇത് ഹേമയുടെ ലാപ്ടോപ്പിലും വീട്ടിലും മാത്രമേ ഇരിക്കുകയല്ല, ഇതൊരു സംവിധാനത്തിലേക്ക് പോകും, അത് മറ്റുള്ളവർ പഠിക്കും എന്നൊക്കെ അറിയുന്നവർ തന്നെയല്ലേ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ മൊഴി കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി ഈ സാധനത്തെ ഇവിടെ ഇങ്ങനെ അത് ക്ലോസ് ചെയ്യും, കോൺക്ലേവായി ഇതിൻ്റെ ആൾക്കാരെയൊക്കെ ഇരുത്തി വിളിച്ച് സംസാരിച്ചിട്ട് മക്കളെ നിങ്ങളൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇനി നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സംവിധാനം പോകുള്ളൂ എന്ന്. ഇതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നോ? കോൺക്ലേവ് നടത്തി കാര്യം പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിന് സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ഇതിൻ്റെ അകത്ത് എടുക്കേണ്ട നിലപാട് ഇപ്പോൾ സർക്കാർ കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നല്ല ട്രാക്കിലുള്ളത്. WCCയുടെ പരാതി കിട്ടി, അതിന് മേലെ കമ്മിറ്റി നിശ്ചയിച്ചു, കമ്മിറ്റീൻ്റെ റിപ്പോർട്ട് കിട്ടി, കോടതി അനുമതിയോടുകൂടി പുറത്തു വിട്ടോളാൻ പറഞ്ഞു. സർക്കാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അനുമതി ഇട്ടോൾ. ഇനി എന്താ ചെയ്യേണ്ടത്? കോടതിയോട് ചോദിക്കുക ഞങ്ങൾ ഈ റിപ്പോർട്ട് ഞങ്ങളുടെ കിട്ടി, എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഇതിന് മേലെ കേസെടുക്കാൻ പറ്റുമോ? ഇന്ന വിശദമായ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പറയാം. ഇപ്പോൾ പോക്സോ കേസിൽ ഒരു കേസ് ഉണ്ടെങ്കിൽ അതെ, ഈ ഇരകളുടെ പേരോ വിവരങ്ങളോ ഒന്നും പുറത്തു വരില്ലല്ലോ. ഈ ഹൈക്കോടതിയിൽ ഒരു ഈ പറയുന്ന ഒരു അന്യായം ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്നും പുറത്തു വരില്ല. ക്ലോസ് ചെയ്ത റൂമിൻ്റെ അകത്താണ് ചർച്ച. പിന്നെ ആ ചർച്ച വന്നിട്ട് ഇതിൻ്റെ അകത്ത് കേസെടുക്കാം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നത് അറിയോ, ഈ പറഞ്ഞ കോക്കസിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ റിപ്പോർട്ടുകൾ അതിലുണ്ടോ അത് മുഴുവൻ കോടതിന് മുമ്പിൽ കൊടുത്തിട്ട് എന്ത് നടപടി എടുക്കണമെന്ന് ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയോ ജുഡീഷ്യലോ തീരുമാനിച്ചു കഴിഞ്ഞാൽ സർക്കാർ സേഫാണെന്നുള്ളത് മാത്രമല്ല, ഈ പറയുന്ന ഒരു സംവിധാനം ഇനി ഈ സിനിമയിൽ ഉണ്ടാവില്ല. കറക്റ്റ്. അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് മൂടി വെക്കാനാണ് ഭാവമെങ്കിൽ നാളെയും നമ്മൾ ഈ പീഡന കേസ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, നാളെ ഈ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, നാളെ ഈ പറഞ്ഞ ചൂഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, നാളെ ഈ പറഞ്ഞ ഡോറിന് മുമ്പിൽ മുട്ടും. ഇതെല്ലാം നമ്മൾ നാളെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിന് മാറ്റം വരണമെങ്കിൽ ഈ സർക്കാർ നിലപാട് എടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് സർക്കാരിനെ പറ്റിയ ഏറ്റവും നല്ല സാധ്യതയും ചാൻസുമാണ് ഇത് എന്ന് സർക്കാർ മനസ്സിലാക്കിയ സർക്കാരിന് കൊള്ളാതെ. മാത്രമല്ല ആ കോൺക്ലേവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ രാത്രിയിൽ കഥകൾ മുട്ടിയ താരങ്ങളെല്ലാവരും തയ്യാറെടുത്തിരിക്കുക. ആദ്യത്തെ സീറ്റുകൾ മുഴുവൻ റിസർവ് ചെയ്തിരിക്കുന്നത് രാത്രിയിൽ ഈ പറയുന്ന നടിമാരുടെ മുറിയിൽ തട്ടി അവരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഈ നായക. ഒറ്റ കാര്യം പറയട്ടെ, ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞാൽ നിർത്താം. എന്താണെന്നറിയോ, ഈ സത്യസന്ധമായി
മനുഷ്യത്വത്തോട് കൂടിയിട്ട് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 95% അധികം വരുന്ന ഈ പറഞ്ഞ സിനിമാ സംവിധായകരെയും സിനിമാ സംഘടനാ പ്രവർത്തകരെയും നടന്മാരെയും നടിമാരെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത് പൂഴ്ത്തിവെക്കുന്നതുകൊണ്ട് ഓർക്കണം. കാരണം ഒരു 2-3% വരുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ അടക്കി വാഴുന്ന വലിയ താര രാജാക്കന്മാരുണ്ടല്ലോ, അവർ ചെയ്യുന്ന തോന്നിവാസത്തിന് താഴെ ലൈറ്റ് ബോയ് അടക്കമുള്ളവൻ അനുഭവിക്കേണ്ട ഗതികേടിലേക്ക് ഈ സിനിമാ ലോകത്തെ എത്തിക്കുക പോവുകയാണ്. ഈ റിപ്പോർട്ടൊന്നും കൂടെ ആലോചിക്കണം. സുജയ, ഇതിപ്പോൾ ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏകദേശം 36 മണിക്കൂറിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരു ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ വരുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരുപക്ഷെ പ്രതികരിക്കാം. ആ റിപ്പോർട്ട് പഠിക്കാനെടുത്ത സമയമാണ് എന്ന് നമുക്ക് കരുതാം. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിരാശയുണ്ടാക്കുന്നതായിരുന്നു. അതാണ് എൻ്റെ ആദ്യ ഒബ്സർവേഷൻ. ഇത് ആമുഖത്തിൽ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് സിനിമാ മേഖലയിലെ ഒരു ലാംഗ്വേജിലെ, ഒരു ഇന്ത്യൻ ലാംഗ്വേജിലെ സിനിമ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആദ്യ സംസ്ഥാനം എന്ന രീതിയിൽ അഭിമാനത്തോടെ ഇതിലെ തുടർ നടപടിയും കേരളത്തിന് ഇന്ത്യയുടെ മുന്നിലേക്ക്, അതായത് ലോകത്തിന് മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമാണ് എന്നൊന്നും നമ്മൾ അങ്ങനെ കരുതേണ്ട കാര്യമില്ല. മലയാളത്തിലെ നടീനടന്മാർ അല്ലെങ്കിൽ മലയാളത്തിലെ താരരാജാക്കന്മാർ അല്ലെങ്കിൽ സോക്കോൾഡ് പവർ ഗ്രൂപ്പ് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും അതിനർത്ഥമില്ല. ഇവിടെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി കാര്യങ്ങൾ പഠിച്ചു. അതിന് മുന്നിൽ കുറേ ആളുകൾ വന്ന് മൊഴി നൽകി. അപ്പോൾ ഈ പ്രശ്നക്കാരാരൊക്കെയാണ് എന്നതിനെക്കുറിച്ച്, കൾപ്രിറ്റ് ആരാണ് എന്നതിനെക്കുറിച്ച് മൊഴിയും തെളിവും കിട്ടിയിട്ടും പിന്നീട് അതിലൊന്നും ചെയ്യേണ്ട, ഒരു ചുവട് പോലും മുന്നോട്ടേക്ക് വെക്കേണ്ട, ഒരു ഇല പോലും മറിച്ചിടേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഉദ്ദേശ്യശുദ്ധിയാണ് അവിടെ സംശയിക്കപ്പെടുക. അതാണ് ഒന്നാമത്തെ കാര്യം. സിനിമയെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ വ്യക്തികൾ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതിൽ മാത്രമല്ല നമ്മൾ ഇതിനെ ഒതുക്കി കാണേണ്ടത്. സിനിമയെയാണ്, ഒരു കലാരൂപത്തെയാണ് കളങ്കപ്പെടുത്തിയത്. അപ്പോൾ കലയോട് അല്ലെങ്കിൽ കലാരൂപങ്ങളോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു സർക്കാരാണ്, അങ്ങനെയുള്ള ഒരു സാംസ്കാരിക വകുപ്പാണ് കേരളത്തിലുള്ളതെങ്കിൽ ആ കളങ്കപ്പെടുത്തിയ ആളുകളിലേക്കാണ് ഫോക്കസ് പോകേണ്ടത്. അല്ലാതെ ആ ഇൻഡസ്ട്രി ആകമാനം മോശമാണ്, അതിലേക്ക് വരുന്നവരെല്ലാം, അതിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം ഇത്തരക്കാരാണ് എന്ന ഒരു പൊതുവൽക്കരണത്തിന് വേണ്ടി ആ റിപ്പോർട്ടിനെ ഇപ്പോൾ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഇങ്ങനെയല്ലേ, നീയൊക്കെ എങ്ങനെയാണ് കയറി വന്നതെന്ന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പെൺകുട്ടിയെയും പൊതുസമൂഹം ഇപ്പോൾ ആ രീതിയിൽ അതേ കണ്ണിൽ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇതിൽ കൃത്യമായ ഒരു കേസിലേക്കോ നടപടിയിലേക്കോ അല്ലെങ്കിൽ കുറ്റക്കാരിലേക്കോ കൃത്യമായി പിൻ പോയിന്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇരയായവൾ പരാതി നൽകിയാൽ കേസെടുക്കാം, വലിയ കാര്യമായിപ്പോയി. പരാതി നൽകാൻ ധൈര്യമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം അവരൊക്കെ അത് പറയാതിരിക്കുമായിരുന്നു. കമ്മിറ്റിക്ക് മുന്നിൽ ചെല്ലുമ്പോഴും അവർ പറയുന്നത് ഭയത്തെക്കുറിച്ചാണ്, പരാതി നൽകാൻ കഴിയാത്ത സാഹചര്യത്തെക്കുറിച്ചാണ്. അത് അവർക്ക് മാത്രം അപായമുണ്ടാകുമെന്നുള്ള ഭീതിയല്ല, കുടുംബത്തെയും അത് ബാധിക്കും, ഉറ്റവരെ നഷ്ടപ്പെടുമെന്നുള്ള ഭീതി, അങ്ങനെ പലതരം ഭീഷണികളുണ്ട്. കാരണം ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ പേരിൽ മാത്രമുള്ള പവർ അല്ലല്ലോ, എല്ലാ രീതിയിലും രാഷ്ട്രീയ സ്വാധീനം അടക്കമുള്ള ഒരു സർക്കാരിനെ പോലും പിടിച്ചു നിർത്താൻ കഴിവുള്ള പവർ ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു സർക്കാർ നടപടിയെടുക്കാതെ അല്ലെങ്കിൽ പരാതി വന്നാൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ, ഇപ്പോഴത്തെ ഈ ഭരണമല്ല അടുത്ത ഭരണം വന്നു കഴിഞ്ഞാലും അവരെയും കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അച്ചുതണ്ട് ഗ്രൂപ്പാണ്, അച്ചുതണ്ട് ശക്തിയാണ്, വെറും ഒരു പവർ ഗ്രൂപ്പല്ല. ആ അച്ചുതണ്ട് ശക്തിയെ ഭയപ്പെടുന്ന ആളുകൾ, ഒരുപക്ഷെ മാധ്യമങ്ങളും അധികകാലം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം താരനിശകൾ, അഭിമുഖങ്ങൾ, സിനിമകൾ, അങ്ങനെ മാധ്യമങ്ങൾക്ക്, ചാനലുകൾക്ക് അങ്ങനെയുള്ള ആ ഒരു റവന്യൂവിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ചില വ്യക്തികളിലേക്ക് നീളുന്ന സൂചനകൾ, ഇപ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ കുടത്തിൽ നിന്ന് ഭൂതം എന്ന പോലെ പുറത്തേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട്. അതായത് കുഴിച്ചു മൂടിയിട്ടിരുന്ന കല്ലറയുടെ അടിയിലെ അസ്ഥികൂടമൊക്കെ പതുക്കെ അതിൻ്റെ തലയും തലയോട്ടിയും കാലിൻ്റെ ഭാഗത്തുള്ള എല്ലുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന. മാക്ടയെക്കുറിച്ചുള്ള അന്നത്തെ പ്രസംഗം ഓർമ്മിച്ചുകൊണ്ടുള്ള ഇന്നത്തെ വിനയൻ്റെ പ്രതികരണമായാലും തിലകൻ്റെ മകളുടെ പ്രതികരണമായാലും തിലകനെക്കുറിച്ച് മകൻ്റെ പ്രതികരണമായാലും അങ്ങനെ പല പ്രതികരണങ്ങളും പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. പവർ ഗ്രൂപ്പിലെ മന്ത്രിയെക്കുറിച്ചുള്ള പരാമർശം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ടല്ലോ. പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ് ഒരു MLA എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് നേരെയുള്ള പിൻ പോയിന്റ് ചെയ്തിട്ടുള്ള ആക്രമണം വരുന്നുണ്ടല്ലോ. ഇതെല്ലാം അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആരാണ് കളങ്കിതർ, ആരാണ് ഈ കലാരൂപത്തെ മലിനമാക്കാനായി ഇറങ്ങി പുറപ്പെട്ടവർ, അവരിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ എല്ലാവരും കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതുകൊണ്ട് ആർക്കാണ് നേട്ടം? വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ്, അല്ലെങ്കിൽ ഈ വേട്ടക്കാർ വേണ്ടപ്പെട്ടവരാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കാനാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഇതിപ്പോൾ മറ്റൊരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കേരളത്തിൽ തന്നെ നടന്നതാണ്. അതേക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് എന്തിന്? മാധ്യമത്തിൽ ഒരു വാർത്ത വന്നാൽ പോരെ? വാർത്ത വന്നാൽ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഇതേ സർക്കാർ പോകുമല്ലോ. അതെന്തുകൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നില്ല? സിനിമാ മേഖലയിൽ മാത്രം എങ്ങനെയാണ് ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുക? ഏത് മേഖലയിലേതും പോലെ തന്നെ മറ്റേതൊരിടത്ത് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ഒരു പറയുന്നതിനിടയ്ക്ക് ഇന്ന് സുപ്രീം കോടതിയെ
കൊൽക്കട്ടയിലെ കേസിൽ പറഞ്ഞ എന്താണെന്നറിയോ? അതെ. നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ധൈര്യമായി ജോലി ചെയ്തോളൂ, കേസെടുക്കാനും നിങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കുണ്ട്. ദിവസമാണെന്ന്. സുവമോട്ടോ ആണ് സുപ്രീം കോടതി ഇന്ന് ഹർജി എടുത്തത്. എന്നിട്ട് വിളിച്ചു വരുത്തി കപിൽ സിബലിനെ പൊരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി 1.5 വർഷമെടുത്ത് പഠിച്ച് ഇരകളായ സ്ത്രീകളുടെ മൊഴിയെടുത്ത് എക്സിബിറ്റ്സ്, അതായത് തെളിവുകളടക്കം വെച്ചുകൊണ്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കി സർക്കാരിന് കൊടുത്തു. അത് 4.5 വർഷം എടുത്തങ്ങ് വെച്ചു, അട്ടത്ത് വെച്ചു. എന്നിട്ട് അത് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴെന്താ, അതിലെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കേണ്ട ഭാഗങ്ങളെല്ലാം ചീന്തിയെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. ഇനി അത് വെളിച്ചം കാണില്ല, അതിൽ അന്വേഷണവും ഉണ്ടാകാൻ പോകുന്നില്ല. എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ആ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ആ അന്വേഷണത്തിന്മേൽ ഒരു നീക്കവും ഉണ്ടാകാതെ സംരക്ഷിക്കാൻ അറിയാവുന്ന ആളുകളാണ് അവിടെയുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ സർക്കാർ ഒരു തിരുത്തൽ ശക്തിയായി മാറുക? തിരുത്തൽ ശക്തിയാകും, മാറ്റങ്ങൾ കൊണ്ടുവരും. അതിനായിട്ടാണ് ഈ പഠനം എന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഈ 1,06,00,000 രൂപ വെറുതെ കൊണ്ടുപോയി കുളത്തിലെറിഞ്ഞു എന്ന് പറയാമല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു കമ്മിറ്റിയെ വെക്കുന്നു, കമ്മിറ്റിക്ക് മുന്നിൽ ആ സ്ത്രീകളൊക്കെ ഇനിയുള്ളവർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്ന് അവർ ധൈര്യത്തോടെ മൊഴി നൽകുന്നു. ആ മൊഴി പരസ്യമാകില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നു. അതെല്ലാം ചെയ്യുന്നു. പക്ഷേ അതിന്മേൽ ഫർദറായി എടുക്കുന്ന സ്റ്റെപ്പ് എന്താണ്? ഇനി ഈ മൊഴി കൊടുത്ത ആരെങ്കിലും വന്ന് പരാതി തരട്ടെ, പരാതി തന്നാൽ ഞങ്ങൾ നിങ്ങളെ അങ്ങ് സംരക്ഷിച്ചോളാം എന്നങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആരാണ് അങ്ങനെ പരാതി കൊടുക്കാൻ വരിക? ഒരു നടിയുടെയും പരാതി ഞാൻ മന്ത്രിയായതിനു ശേഷം ഈ 3.5 കൊല്ലത്തിനിടെ കിട്ടിയിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയുന്ന സാംസ്കാരിക മന്ത്രിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. നിർഭയമായി പരാതി നൽകിക്കോളൂ, നടപടിയെടുക്കാം. എന്ത് വിശ്വാസത്തിലാണ് നടപടിയെടുക്കേണ്ടത്? ഈ പരാതി നൽകുന്ന സ്ത്രീയുടെ വിവരങ്ങൾ അതേസമയം തന്നെ ഈ വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തില്ല എന്ന് എന്തുറപ്പാണ് ആ സ്ത്രീക്കുള്ളത്? അപ്പോൾ ഈ മൊഴി നൽകിയ, വിറ്റ്നസ് അക്കൗണ്ട് നൽകിയ, സ്റ്റേറ്റ്മെന്റ് നൽകിയ സ്ത്രീകൾ പറയുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് സ്ഥാപിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ സൈബർ ആക്രമണത്തെക്കുറിച്ച് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. ഈ ക്രിമിനലുകളാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഹേമ കമ്മിറ്റിയുടെ തന്നെ ഒബ്സർവേഷനാണ്, മാധ്യമങ്ങൾ പറയുന്നതല്ല. അപ്പോൾ ആ ക്രിമിനൽസ് അത് ഡ്രൈവേഴ്സായി ഉണ്ടാകാം, പല മേഖലകളിൽ ഉണ്ടാകാം. ആ സിനിമാ മേഖലയിൽ അങ്ങനെയുള്ള ക്രിമിനൽസ് നിൽക്കുമ്പോൾ പേടി ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ്? കാരണം ഒരു കൊട്ടേഷൻ കേസ് എങ്ങനെയാണ് ഉണ്ടായത്? അതിനുശേഷമാണല്ലോ ഈ WCC ഇങ്ങനെ ഒരു ആവശ്യമായി സർക്കാരിന് മുന്നിൽ വരികയും ഹേമ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റ് എന്താണ് എന്നതും വ്യക്തമായി കേരളീയ പൊതുസമൂഹത്തിന് അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി കുറേ ഫൈൻഡിങ്സ് മുന്നിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അതിന്മേൽ ഞങ്ങൾ അനങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത്രയും കാലം, ഈ 5 വർഷക്കാലം ചെയ്തത് എന്താണ് എന്നതിനൊരു ക്ലാരിറ്റി വരികയാണ്. പീഡിപ്പിക്കപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ അതിപ്പോൾ അങ്ങ് ഏതെങ്കിലും ഒരു ദൂര സ്ഥലത്തുള്ള ഒരു ആളാണെങ്കിൽ പോലും അയാളുടെ, അതായത് പോക്സോ കേസ് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇന്നയാൾ അല്ലെങ്കിൽ ഇത്ര വയസ്സുകാരൻ എന്നൊക്കെ പറഞ്ഞ എല്ലാ വിവരങ്ങളും, അതായത് ആധാരം വരെ എടുത്ത് പുറത്തിടും. ആ രീതിയിൽ ചർച്ച ചെയ്യും. ഇവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചർച്ചകളിലേക്ക് ഇത് പോകുമെന്ന് ഞാൻ ഒട്ടും തന്നെ കരുതുന്നില്ല. ഒരു കത്തിലെ പേരുകൾ, സോളാർ പീഡന കേസിൽ തട്ടിപ്പ് നടത്തിയതിനു ശേഷമുണ്ടായ ആ പീഡന പരാതിയിൽ കത്തെടുത്ത് വെച്ച്, കത്തിലെ പേര് വെച്ച് എത്രമാത്രം വേട്ടയാടി, എത്രമാത്രം അത് ചർച്ചയാക്കി. ഇവിടെ അങ്ങനെ വേണ്ട, ഇരകൾക്ക് സംരക്ഷണം കൊടുക്കണം, അത് നിയമം അനുശാസിക്കുന്നതാണ്. പക്ഷേ വേട്ടക്കാർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് ഏത് നിയമത്തിലാണ് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട നിയമമന്ത്രിയോ സാംസ്കാരിക മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പറയട്ടെ. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംരക്ഷണം എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? വനിതാ ശിശുക്ഷേമ മന്ത്രി ഉണ്ടല്ലോ, മിണ്ടുന്നില്ലല്ലോ ഇതേക്കുറിച്ചൊന്നും, അവരും പറയട്ടെ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഒരു പീഡനത്തിൻ്റെ കഥയല്ല. 52ഓളം പേർ മൊഴി നൽകിയ വ്യത്യസ്ത തരത്തിലുള്ള പീഡനങ്ങളുടെ ഒരു സമാഹാരമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതായത് ഒരു കുറ്റകൃത്യങ്ങളുടെ സമാഹാരം സ്റ്റേറ്റിൻ്റെ പക്കലുണ്ട്. ആ കുറ്റകൃത്യങ്ങളുടെ മേൽ ഇനി ഈ സ്റ്റേറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. സ്റ്റേറ്റിനറിയാം ഇത്രയും കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു. അതായത് ഇത്രയും അധികം ആളുകൾ പീഡിപ്പിച്ചവർ, അർദ്ധരാത്രിയിൽ പോയി തട്ടിയവർ, ക്രൂരമായി മോശമായി ചിത്രീകരണങ്ങൾ നടത്തിയവരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അതായത് വേട്ടക്കാരുണ്ട് എന്ന് ഉറപ്പ് നൽകിയ ഒരു കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ആ വേട്ടക്കാരിവിടെ ഉണ്ട് എന്ന് ഉറപ്പൊരു സ്റ്റേറ്റിന് നൽകുമ്പോൾ ആ സ്റ്റേറ്റ് ഇതാണ് ആ വേട്ടക്കാർ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണോ വേണ്ടത്? അതല്ല, വേട്ടക്കാരിവിടെയുണ്ട്, അവരുടെ പേര് ഞങ്ങൾ പുറത്തുവിടില്ല, ഇരകളാക്കപ്പെട്ടവരുണ്ട്, അവരുടെ സുരക്ഷയെ കരുതി വേട്ടക്കാർക്ക് പ്രിവിലേജ് അനുവദിച്ചു കൊടുക്കുന്നത് ശരിയായൊരു നിലപാടല്ല. വേട്ടക്കാർക്കെതിരായ തെളിവുകളിൽ സർക്കാർ എന്ത് ചെയ്യുന്നു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇതിനകത്തൊരു സാങ്കേതിക തടസ്സം മാത്രമാണ് സ്റ്റേറ്റിന് മുന്നിലുള്ളത്. ധാർമ്മികമായി നിങ്ങളുടെ പക്ഷത്താണ് ശരി എന്നത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ കോടതിയിലേക്ക് പോവുക. കോടതിയാണ് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഇത് അന്തിമ തീരുമാനമെടുത്ത് കോടതി പറയുന്നതിനനുസരിച്ച് ഈ കേസുമായി മുന്നോട്ട് പോവുക. വേട്ടക്കാരെ നമ്മൾ തുറന്നു കാട്ടുക തന്നെ വേണം. അക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. കോടതിക്ക് എടുക്കാം, പക്ഷേ കോടതിക്ക് എടുക്കുന്നതിന് പരിമിതിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കൃത്യമായി ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കോ ഏതെങ്കിലും ഒരു ആളിലേക്കോ ഇത് ചൂണ്ടല്ല. അങ്ങനെ വേണ്ടല്ലോ. ഈ പറഞ്ഞ സംവിധാനങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തുണ്ടെങ്കിൽ റിപ്പോർട്ട് കോടതിക്ക് വിളിച്ചു വരുത്താൻ പറ്റുമല്ലോ. ഇത് സർക്കാരിൻ്റെ സംവിധാനത്തിൽ
സർക്കാരിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി നമ്മൾ കടക്കാൻ പോവുകയാണ്. വാർത്തയിലേക്ക് കൂടി ഒന്ന് കടക്കണം. നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ച് ഉപസംഹരിച്ചാൽ കേസെടുക്കേണ്ടേ എന്ന ചോദ്യത്തിന് കേസെടുക്കണം എന്ന് തന്നെയാണ് 4 പേരുടെയും നിലപാട്. കാരണം ഒരു മാധ്യമ സ്ഥാപനത്തിന് അങ്ങനെ ഒരു നിലപാടേ എടുക്കാൻ സാധിക്കൂ. 52 കുറ്റകൃത്യങ്ങൾ കേരളത്തിലെ ചലച്ചിത്ര താരങ്ങൾക്കെതിരെ നടക്കുമ്പോൾ അങ്ങനെയൊരു തെളിവ് നമ്മുടെ മുന്നിലുള്ളപ്പോൾ അതിന്മേൽ കേസെടുക്കേണ്ടേ എന്ന ചോദ്യത്തിന് കേസെടുക്കണം എന്ന് തന്നെയാണ് നിലപാട്. അതിൽ പോക്സോ കേസ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ രാവ് പുലരും മുമ്പ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് റിപ്പോർട്ടറിന്റെ നിലപാട്. യെസ് എന്ന് 4 പേരും. Meet the editors.